ഇത് നമ്മളുടെ 4ാമത്തെ വെർച്വൽ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ചിലർക്ക് എന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട്. ഇപ്പോൾ അക്ഷയ ആണെങ്കിലും സുവേനി ആണെങ്കിലും ചൈതന്യ ഇവരൊക്കെ എന്നെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. മുന്നോട്ട് വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനുള്ളൊരു ഊർജ്ജം കിട്ടുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള കമൻറ്റ്സ് നിന്നാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ക്ലാസ്സിൽ ഈ ഒഴിഞ്ഞ ബെഞ്ചുകൾക്ക് മുന്നിൽ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങളില്ലാതെ ഇവിടെ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ കാര്യം ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് റിയാക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി കാണുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യം പറയുമ്പോൾ ഒന്നും കൂടെ ഒരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് കാണാനിപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിൽ നമുക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ. നമുക്ക് എല്ലാവർക്കും പഴയ പോലെ ക്ലാസ്സുകളിൽ ഒത്തുകൂടാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ടീച്ചർ എപ്പോഴും സാധാരണ ക്ലാസ് തുടങ്ങുമ്പോൾ എന്താ ചെയ്യാറ്? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് പറയും, എന്നിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ജസ്റ്റ് ഒരു ചേഞ്ചിനൊരു കാര്യം ചെയ്യാം. യു ജസ്റ്റ് പോസ് ദ വീഡിയോ and take 2 minutes time and just try to recall the points which we have discussed in our previous class. Okay, and after that be ready with the pen and paper. Are you ready with your pen and paper? Okay, so here I am giving you 2 questions. Okay, so the first question is, what are the basic properties of electric charge? Just write down the basic properties. What are the basic properties of electric charge? Okay, is it over? What are the properties? Yes, first one is charge can be added. Edityo. Second one is charge is conserved. And the third one is charge is quantized. Okay. അപ്പോൾ ഇത് മൂന്നും ശരിയാക്കി എന്ന് വിചാരിക്കണം. Okay, now next question. Write the mathematical expression for Coulomb's law. Write the mathematical expression for Coulomb's law. Okay. എഴുതി കഴിഞ്ഞാൽ എല്ലാവരും? Yes. So what about the expression? The force F is equal to 1/4πε0 Q1 Q2 divided by R square into unit vector R. Okay, what about the statement? The force between 2 point charges is directly proportional to product of charges and inversely proportional to square of the distance between them. Okay, അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Now we are going to learn about electric field lines. Electric field lines. Okay, so electric field lines എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. സോ ഓൾറെഡി വി ഹാവ് ലേൺ അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വി നോ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് മെയ്ഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, റൈറ്റ്? സോ ഇവിടെ നമ്മൾ അതേ കാര്യം തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഹിയർ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഫാരഡേ ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇസ് മെയ്ഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫാരഡേ ആണ്, സയന്റിസ്റ്റ് ഫാരഡേ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കൺസെപ്റ്റ് തോന്നാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഫാരഡേയുടെ വൈഫിൻ്റെ ഹെയർ നോക്കിയ സമയത്ത് ആ ഒരു ഹെയറിൻ്റെ പാറ്റേൺ കണ്ടപ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് എന്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൊണ്ട് ഉണ്ടാക്കിക്കൂടാ, അല്ലെങ്കിൽ വൈ കാൺ ബി ഇലക്ട്രിക് ഫീൽഡ് മെയ്ഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് വന്നത്. ഓക്കെ, അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അങ്ങനെ ഈ ഒരു ഐഡിയ അവിടെ അപ്ലൈ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യങ്ങളാണ് ആദ്യം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് മെയ്ഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആണോ? സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൺലി ആൻ ഇമാജിനേഷൻ. ലൈക്ക് ഇൻ ദ കേസ് ഓഫ് എർത്ത് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ലൈക്ക് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ദിസ് ഇസ് ഓൺലി ആൻ imagination. Okay, and here we are going to deal with the properties of electric
the field lines. Let's have a look at the field lines due to some charge configurations. Listen children, for a positive charge the electric field will be like this. So already we have learned that for a positive source charge the electric field will be directed radially outwards. So from this it is clear that for a positive source charge the electric lines of force diverges. Okay, now what about the negative charge? It converges. The electric lines of force converges, or in our previous class we have learned that for a negative source charge the electric field will be directed radially inwards. Okay, so here also the electric lines of force which converges to a point. Now what about this charge configuration? See, here we have a pair of like charges and this will be the electric lines of force. We know that two equal charges, like charges will repel. So the electric lines of force will be like this. The direction will be like this, outwards, because this is a positive charge. Now what about this pair? This is a pair of unlike charges. So it will attract. So the electric lines of force will be like this. Starts from a positive charge and ends in negative charge because it attracts. Okay, so from these figures we can conclude that electric field have some properties. Electric field have some properties. So what about the first property? The first property is that electric lines of forces or the electric field lines start from a positive charge and ends in negative charge. Here also start from a positive charge and ends in a negative charge. അതായത് ഒരു പോസിറ്റീവ് ചാർജ് എന്ന് വരുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു നെഗറ്റീവ് ചാർജിനെ അന്വേഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവിൽ എൻഡ് ചെയ്യും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ്. നൗ ദ സെക്കൻഡ് പ്രോപ്പർട്ടി, the number of electric field lines passing normally through a given area will be directly proportional to the strength of the electric field. Listen, if you are taking this material, അപ്പോൾ നോക്കൂ, ഈ ഏരിയയിലൂടെ ഇത്ര ലൈൻസ് ആണ് പാസ് ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്താണ്, കൂടുതലാണ്. സോ ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ given area which is directly proportional to the strength of the electric field. Ini, if I am taking same area here, what about the number of lines? കുറഞ്ഞു അല്ലേ, ഇത്ര തന്നെ നമ്പർ ഓഫ് ലൈൻസ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ, ഇല്ല. സോ ദ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്താണ്, കുറവാണ്. ഓൾസോ യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദിസ് തിങ്. ഞാനിവിടെ വരച്ചപ്പോൾ ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കൂ, ഇത് ലെങ്ത് കൂടി, ഇവിടെ ലെങ്ത് കുറച്ച് കുറവാണ്, ഇവിടെ വീണ്ടും കുറവാണ്. ഇങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് അല്ലേ. സോ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദിസ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്, ഇത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെയിം തിങ് ഹിയർ ഓൾസോ വി ക്യാൻ സീ ദ സെയിം തിങ്. Okay, so what about the second property? The number of electric field lines passing through a given area which is directly proportional to the electric field strength. Clear or not? Okay. Now the third property, that is electric field lines never form closed loops. Electric field lines never form closed loop. Closed loop എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലൂപ്പുകൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോം ചെയ്യില്ല. Why? Listen, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ സപ്പോസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ, അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ തന്നെ ആ ലൈൻ വന്നിട്ട് എൻഡ് ചെയ്യണം, which never happens. Why? Because by the property of this electric field lines, it starts from the positive charge and ends in negative charge. Negative charge le adu end cheyidu. Appo closed loop form cheyanengil adu positive charge il enna vannu end cheyanam, and which never happens. Okay, so that's all about the third property. Now the fourth one, that is the tangent drawn at any point on the electric line of force will give the direction of electric field. The tangent drawn at a point on the electric line of force will give the direction
Listen. അപ്പോൾ ഞാനിവിടെ ഒരു ടാൻജന്റ് വരച്ചു. This is the here I am drawing a tangent. Okay. So this will be the direction of electric field. At this point, what about the direction? This will be the direction of electric field. ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. സോ അത് പുറത്തേക്കേ പോകുള്ളൂ. ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ പുറത്തേക്കാണ്. സോ ലെഫ്റ്റിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. Then what about this? If I am drawing a tangent here, this will be the direction of electric field. So what about the fourth property? The tangent drawn at a point on the electric line of force will give the direction of electric field. Is it clear? Now, the next property, which is one of the important property, that is two electric lines of force never intersect each other. Two electric lines of force never intersect each other. Why? Because if they intersect each other means there will be two directions. See for example, these are the two electric lines of forces and they are intersecting like this. Okay. So what about the direction? At this point, for this curve, this will be the direction. At this point, for this curve, this will be the direction. So there will be two directions at the same point and which never happens. Okay, so that is the idea. Two lines of force never intersect each other. Why? Because if they intersect each other, there will be two directions and which is not possible. Okay, now the last property, that is in charge free regions, electric field lines can be taken as continuous curves. Listen, here no charge and here we can take electric field lines as continuous curves. So that's all about the last property. So recall the properties. What about the first property? Electric field lines start from positive charge and ends in negative charge. Now what about the second property? The number of electric lines of force passing through a given area which is directly proportional to the strength of electric field. Okay. Now what about the third property? Electric field lines never form closed loops. Electric field lines never form closed loops. Then the next property, that is the tangent drawn at any point on the electric field line will give you the direction of electric field. Okay. Now the next property, two lines of force, two electric lines of force never intersect each other. Why? Because if they intersect each other, there will be two directions. And what is the last property? In charge free regions, we can take electric field lines as continuous curves, or we can treat electric field lines as continuous curves. So that's all about electric field lines and its properties. Hope you might have understood this. Now let's get into the next topic, that is electric flux. Listen students, here we are going to deal with electric flux. Okay, so you might have seen the flow of liquid through a small surface with a particular velocity in a particular direction. Okay, നമ്മളിപ്പോൾ ഒരു പൈപ്പിലൂടെയൊക്കെ വെള്ളം പുറത്തേക്ക് ചാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ അതേ ഒരു ഐഡിയ ആണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിന്റെ കാര്യത്തിലും പഠിക്കാൻ പോകുന്നത്. Okay, so here I have an electric field which is made of large number of electric field lines like this, and here I am considering a small area. So how many electric lines of force are passing through this area? How many electric lines of forces are passing through this area? Okay, so that is the electric flux. ഞാനൊരു ചെറിയ ഏരിയ ഇതുപോലെ കൺസിഡർ ചെയ്താൽ അതിലൂടെ എത്ര നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, കൺസിഡർ എ ക്ലോസ്ഡ് സർഫസ് ലൈക്ക് ദിസ്. കൺസിഡർ എ ക്ലോസ്ഡ് സർഫസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിനുള്ളിലൂടെ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് വിചാരിക്കും. And here I am considering a small area element, small element of area. Let it be delta S. Okay, ചെറിയൊരു ഏരിയ എലമെന്റ് ഡെൽറ്റ എസ് ആണെന്ന് വിചാരിക്കുക. Where delta S is known as the area element vector. Actually this is a vector
It is the area element vector that is equal to delta S into n cap, where n cap is the unit vector which is normal to this surface. This surface is normal ആയിട്ടുള്ള perpendicular ആയിട്ടുള്ള unit vector ആണ് n cap എന്ന് പറയുന്നത്. Okay, so can I ask one thing? നമ്മൾ ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പോകണമെന്നുണ്ടോ? ഇല്ല, ഏത് റാൻഡം ആയിട്ട് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോവാം അല്ലേ? സോ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഈ ഡയറക്ഷനിൽ വേണമെങ്കിൽ പാസ് ചെയ്യാം, ഈ ഡയറക്ഷനിൽ വേണമെങ്കിൽ പാസ് ചെയ്യാം. സോ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പാസ് ചെയ്യാനായിട്ട് പറ്റും. Here I am considering a small area element like this, small area element. So let delta S be the area element vector. And നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പോൾ ഈ ഒരു ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ആവാം, റാൻഡം ആയിട്ട് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ആവാം. സോ ലെറ്റ് ഇറ്റ് ബി ദിസ് ഡയറക്ഷൻ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദിസ്. ഓക്കെ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ മേക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. സോ വി ക്യാൻ ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ ദിസ് വേ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് area element and the component of electric field normal to area, which is equal to product of area element and component of electric field normal to area. എന്തുകൊണ്ടാണ് നമ്മളിവിടെ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്നത്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് റാൻഡം ആയിട്ടുള്ള ഏതോ ഒരു ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആ റാൻഡം ആയിട്ടുള്ള ഡയറക്ഷനെ നമ്മൾ നോർമൽ ടു, ഈ ഏരിയയ്ക്ക് നോർമൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് നോർമൽ ടു ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇലക്ട്രിക് ഫ്ലക്സ്, we will represent electric flux by, we will denote electric flux by phi. Okay, phi indicate electric flux. So phi is equal to the electric flux. Phi is equal to product of area element. Product of area element now delta S is there. Here we have written the area element. Now what is the component of electric field normal to area? The electric field in the component in the E component. This will be E cos theta, which we have learned in +1 regarding this components. Right? So this will be E cos theta. So here we can write E cos theta. So what will be the electric flux? It is the product of area element and component of electric field normal to area. Or this we can write as E delta S cos theta. Listen, suppose this is A and this is B. So what is AB cos theta? Recall dot product. Yes, A dot B. Like that, here E delta S cos theta. That will be E dot delta S. E dot delta S. So this is the expression for electric flux. That is, electric flux phi is equal to E dot delta S or E delta S cos theta. Okay, in some cases when this delta S is very very small, we can treat it as ds, or we can write like this: electric flux phi is equal to E dot ds. In the case of very small area element. Okay, so is it clear? Here we are going to learn one new concept, that is electric dipole. Let me define electric dipole first. Okay, electric dipole means it is a pair of equal and opposite charges separated by a small distance. A pair of equal and opposite charges separated by a small distance. Okay, so here I have a pair of charges like this, plus q and minus q, which is separated by a small distance 2a. Actually, എന്തിനാണ് നമ്മളിവിടെ 2a എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞുള്ള ഡെറിവേഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഈ ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എ ആണ് ഈ ഡിസ്റ്റൻസ് എങ്കിൽ ഹാഫ് എടുക്കുമ്പോൾ അവിടെ ഒരു a/2 എന്ന് വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് നമ്മൾ 2a എന്ന് എടുക്കുന്നത്. സോ വാട്ട് യു മീൻ ബൈ
by an electric dipole? It is a pair of equal and opposite charges separated by a small distance. And where you can see this electric dipole? Yes, molecule കേസിലാണ് നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ പറയാം. അതായത് if we are taking a hydrogen chloride HCl molecule, HCl molecule H നമുക്കറിയാം +1 ആണ്, Cl -1 ആണ് അല്ലേ. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അപ്പോൾ HCl ഒരു ഡൈപോൾ ആണ്. മനസ്സിലായപ്പോൾ മോളിക്യൂളിന്റെ കേസിലാണ് അത്രയ്ക്കും ആ ഒരു ലെവലിൽ ചിന്തിക്കണം. അവിടെയാണ് നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ വരുന്നത്. Now by convention the direction of an electric dipole is from negative to positive. ഒരു ഡൈപോളിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞില്ലേ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണെന്ന് പറഞ്ഞു. അതേപോലെ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ ഒരു നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആണ് അതിന്റെ കൺവെൻഷൻ. ഓക്കെ, നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ് വിത്ത് എ ഡൈപോൾ, അല്ലെങ്കിൽ ഒരു ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് ദ ടോട്ടൽ ചാർജ് ഓഫ് എ ഡൈപോൾ? ഓഫ് കോഴ്സ് വി നോ ദാറ്റ് dipole means equal and we have a system of equal and opposite charges, right? So what about the total charge? The total charge will be 0. So ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആവണമെന്നില്ല, 0 ആയിരിക്കില്ല. അതായത് ഈ രണ്ട് പ്ലസ് ക്യൂ ഉണ്ട്, ഇവിടെ മൈനസ് ക്യൂ ഉണ്ട്. സോ ഈ ചാർജ് കാരണം സ്പേസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ പ്ലസ് ക്യൂ ഉണ്ട്, ഇവിടെ മൈനസ് ക്യൂ ഉണ്ടെങ്കിൽ ഈ ചാർജ് കാരണം ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓൾസോ വി ക്യാൻ ഫൈൻഡ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻ സ്പേസ് ഡ്യൂ ടു ദിസ് പെയർ ഓഫ് ചാർജസ് ബൈ Coulomb's law, with the help of Coulomb's law and superposition principle. അപ്പോൾ Coulomb's law യും സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിളും നമുക്ക് അറിയാമെങ്കിൽ ഇലക്ട്രിക് ഡൈപോളും കൊണ്ട്, ഈ പെയർ ഓഫ് ചാർജസ് കൊണ്ട് സ്പേസിലെ ഏത് പോയിന്റിലും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. So the electric field due to an electric dipole that we will be discussing in our next class, that is we will be moving with our derivations in our next class. So today we have discussed many topics, so go through the topics once again. If you have any doubt means please feel free to contact. Okay, so see you soon, bye.